ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് മൈൻക്രാഫ്റ്റിൽ ഒരു അയൺ ഫാം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ അയൺ ഭയങ്കര ക്ഷാമമായി വരികയാണ്. നമുക്ക് അയണൊക്കെ വേണം. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ടുള്ള ഫാമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് അയൺ ഭയങ്കരമായിട്ട് യൂസൊക്കെയാണ്. നമുക്കൊരു അയൺ ഫാം നമുക്കിന്ന് ഉണ്ടാക്കണം. നമ്മൾ അയൺ ഫാം ഉണ്ടാക്കാൻ തീരുമാനിച്ചത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓഷൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ആയിട്ട് ലാൻഡും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. നമ്മൾ അവിടെ ആയിട്ടാണ് ഒരു അയൺ ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ തീരുമാനിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയുള്ള റിസോഴ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. പക്ഷേ അതിന് മുമ്പ് ഞാൻ മൈൻക്രാഫ്റ്റിൽ നെതറിൽ കുറച്ച് പണി ചെയ്തിരുന്നു. നമ്മുടെ വില്ലേജുമായിട്ടൊക്കെ നെതർ പോർട്ടലൊന്ന് കണക്ട് ചെയ്തു. നമുക്കൊന്ന് കാണാം. ഗൈസ്, നമ്മൾ ഈ ഏരിയയ്ക്ക് ഒന്ന് കുറച്ചും കൂടെ ഒന്ന് വലുതാക്കി, ഇത്തിരി ചെറുതായി കിടക്കുകയാണ്, നമ്മളൊന്ന് ഇതായി കിടക്കുകയാണ്. അപ്പോൾ നമ്മളൊന്ന് വലുതാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ ഇടയിലോട്ട് പോകുമ്പോൾ നമ്മുടെ ഫോട്ടോസ് ഒക്കെ ഇരിക്കും. ഞാൻ ഒന്നും കൂടെ പോയായിരുന്നു. ഈ ഓഫ് ക്യാമറ ഞാൻ ഒന്നുകൂടെ പോയിട്ട് കുറച്ചൊക്കെ സ്റ്റിക്ക് ഞാൻ കളക്ട് ചെയ്ത് വീണ്ടും ഞാൻ ഡെഡൊക്കെ ആവുകയും ചെയ്തായിരുന്നു. പിന്നെ ഗൈസ്, നമ്മൾ ഇതുവഴി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നെതർ പോർട്ടൽ കാണാം. നമ്മുടെ ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് വില്ലേജിലോട്ട് പോകാൻ വേണ്ടിയുള്ളതാണ്. അതിനകത്തോട്ട് കയറാം. ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് വില്ലേജിൽ എത്താനും പറ്റും. ഞാൻ ഇതിനകത്ത് കയറുകയാണ്. അപ്പോൾ നമ്മുടെ വില്ലേജിനകത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ എന്തിനാ ഇതിൻ്റെ അകത്ത് പണിയാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് വേറെ വില്ലേജസ് ഇതിൻ്റെ അകത്ത് ചുമ്മാ കയറി നെതറിലോട്ടൊന്നും പോകത്തില്ല. അവിടെ എത്തിയിട്ട് ആ പൊട്ടന്മാർ ഡെഡ് ആവാനാണ്. അതിൻ്റെ അകത്താണ് അതുകൊണ്ട് പണിഞ്ഞത്. നമുക്ക് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകാം. വീട്ടിലേക്ക് നമുക്കൊന്ന് ഇറങ്ങാം. ഗൈസ്, നമ്മൾ അയൺ ഫാം ഉണ്ടാക്കാൻ തീരുമാനിച്ചത് നമ്മൾ കഴിഞ്ഞ വീട്ടിൽ ഓഷൻ എക്സ്പ്ലോർ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ലാൻഡിലാണ് നമ്മൾ അയൺ ഫാം ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം നമ്മൾ ഇവിടുന്ന് ഒരു 150 ബ്ലോക്ക് ദൂരമായിട്ടായതുകൊണ്ടാണ് നമ്മൾ അവിടെ ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇറങ്ങടാ, എൻ്റെ ബൂട്ടിൽ നിന്ന് ഇറങ്ങടാ. ഗൈസ്, നമ്മൾ ഈ ഒരു ഏരിയയിലാണ് അയൺ ഫാം പണി ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് ഡീപ്പായിട്ടൊരു കുഴിച്ച് നമുക്ക് ഇവിടെ ആയിട്ട് നമ്മൾ അയൺ ഫാം പണി ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇവിടെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കാം. അങ്ങനെ ഇതെല്ലാം നമ്മളൊന്ന് ക്ലിയർ ആക്കി എടുത്തു. നമ്മൾ ഇവിടെ ആണ്. അപ്പം നമുക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടി ഒരു നെതർ പോർട്ടൽ ഇങ്ങോട്ടൊന്ന് പണിയണം. അപ്പം നമുക്ക് കുറച്ച് ഒബ്സിഡിയൻ എടുത്തുകൊണ്ട് വരാം. ഇവിടെ ആയിട്ടാണ് ഫാം പണിയുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ഏരിയയിലോട്ട് വെക്കാം. അതും സെറ്റായിട്ടുണ്ട്. ഗൈസ്, നമുക്കിനി പോർട്ടൽ ലൈറ്റ് ചെയ്യാം. നമുക്കിനി നെതറിൽ പോയിട്ട് അവിടെ ഒരു പോർട്ടൽ വെക്കണം. എന്നിട്ട് ഇതുമായിട്ട് ലിങ്ക് ചെയ്യിക്കണം. ഓക്കെ, നമുക്കിനി നെതറിൽ പോവാം. നമ്മൾ പണിഞ്ഞു. ലൈറ്റ് ചെയ്യാം. ഇത് നമ്മുടെ അയൺ ഫാമിലോട്ട് എത്തിക്കാനുള്ള ഒരു പോർട്ടലാണ്. നമുക്ക് ഇവിടെ മൊത്തം ഒന്ന് കവർ ചെയ്യണം ഗൈസ്. നമ്മുടെ ആ ഏരിയയിലോട്ടൊന്ന് കണക്ട് ചെയ്യണം. നമുക്ക് അതൊന്ന് സെറ്റ് ചെയ്യാം. ആ സെറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നെതർ പോർട്ടലും ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ട് കയറി കഴിയുമ്പോൾ നമ്മൾ അയൺ ഫാം ഉണ്ടാക്കേണ്ട ഏരിയയിലോട്ടൊക്കെ നമ്മൾ പോകും. അപ്പോൾ നമ്മൾ ഇവിടെ പോർട്ടലുണ്ടാക്കി നമ്മൾ ഈ ഒരു ഏരിയ മൊത്തം ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ എളുപ്പമാണ്. വില്ലേജിൽ നിന്ന് വില്ലേജറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ആ നെതർ പോർട്ടലോട്ട് കയറ്റാം. ബോട്ടിൽ അല്ല, നമുക്ക് 20 വില്ലേജസ് വേണം. നമുക്ക് 2 വില്ലേജസ് കൊണ്ടുപോയിട്ട് നമുക്ക് അവിടെ വെച്ച് ബ്രീഡ് ചെയ്യിക്കാം. ഗൈസ്, നമുക്കൊന്ന് കയറി നോക്കാം. പോർട്ടൽ ലിങ്ക് ആയെന്ന് നോക്കാം. അപ്പോൾ നമുക്കൊന്ന് കയറി നോക്കാം. ഗൈസ്, പോർട്ടൽ ലിങ്കാണ് കറക്റ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെയാണ് അയൺ ഫാം നമ്മൾ പണിയുന്നത്. നമുക്ക് ഇനി ഇതിന് വേണ്ടിയുള്ള റിസോഴ്സും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരണം. അപ്പോൾ നമുക്ക് വില്ലേജസിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വളരെ എളുപ്പമാണ്. നമുക്ക് 2 വില്ലേജസിനെ മതി. അപ്പോൾ ഇവിടെ വെച്ച് തന്നെ ബ്രീഡ് ചെയ്യിപ്പിക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് നമുക്ക് ഇതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് റിസോഴ്സ് എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് വരാം. 2 ചെസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. 2 ചെസ്റ്റ് വേണം. നമുക്ക് ഇന്നൊരു ഹോപ്പർ വേണം. പിന്നെ 2 ബട്ടർ അത് ഇരിക്കട്ടെ. നമുക്ക് 20 ബെഡ് വേണം ഗൈസ്. നമുക്ക് 20 ബെഡ് വേണം. നമുക്ക് അതൊന്ന് 20 ബെഡ് എടുക്കാം. അതിനെ കുറച്ച് ഷീപ്പിനെയൊക്കെ അല്ല, നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഷീപ്പിനെയൊക്കെ അല്ല, നമുക്ക് അല്ലാനുള്ള ഷീപ്പിനെയൊക്കെ അല്ല. അങ്ങനെ ടോട്ടൽ നമ്മൾ 8 ബെഡ് നമ്മളിപ്പോൾ തൽക്കാലം ഉണ്ടാക്കിയെടുത്തു. ബാക്കി നമുക്ക് 12 ബെഡും കൂടെ വേണം. അപ്പം നമുക്ക് അതും കൂടെ ഉണ്ടാക്കിയെടുക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ 20 ബെഡ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തുള്ള ഷീപ്പിനെ നമ്മൾ ഷെയർ ചെയ്താണ്. നമ്മൾ ഷെയർ ചെയ്തിട്ടാണ് അങ്ങനെ ചെയ്തത്. അല്ലാതെ ഞാൻ കൊന്നില്ല, അല്ലാതെ ഷെയർ ചെയ്ത് അങ്ങനെ 20 ബെഡ് ഉണ്ടാക്കി. നമുക്കിനി 20 വർക്കിംഗ് സ്റ്റേഷന് നമുക്ക് സെറ്റ് ചെയ്യണം. അതിന് നമ്മൾ ഉണ്ടാക്കുന്ന സാധനം ഫ്ലിറ്റിംഗ് ടേബിൾ ഒരു 20 എണ്ണം വേണം. ഗൈസ്, ഇനി അങ്ങനെ 20
ഫ്ലിറ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ഇരുപത് ഫ്ലിറ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിനി ഒരു ലാവ ബക്കറ്റ് വേണം. ബക്കറ്റ് എടുത്തു. നമുക്കിനി ഒരു ലാവ ബക്കറ്റ് എടുത്തുകൊണ്ട് വരാം. അടിയിൽ ലാവ. ഇവിടെ നിന്ന് ലാവ എടുക്കാം. ഓക്കെ, ഇനി തിരിച്ചു പോകാം. അങ്ങനെ തിരിച്ചെത്തി. അങ്ങനെ ഗ്ലാസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതുകൊണ്ട് കൊണ്ട് ജസ്റ്റ് വെക്കാം. അങ്ങനെ ഫുഡും കുറച്ചൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ജസ്റ്റ് ഇരിക്കുന്ന സാധനം എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് പോകാം. നമുക്കധികം സാധനമൊക്കെ എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് സ്പോട്ടാവാം. അപ്പോൾ നമ്മളെല്ലാ സാധനം എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇങ്ങോട്ട് പോകാം. ഉണ്ടാക്കാൻ തീരുമാനിച്ചത് ഈ ഒരു ഏരിയയിലാണ്. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ഏരിയ ഒന്നുകൂടെ ക്ലിയർ ആക്കിയെടുക്കാം. ഓക്കെ, നമ്മളിവിടെ ആയിട്ട് ഒരു കുഴിവെള്ളം എടുക്കാം. ഇവിടുന്ന് 2 3 4 5. ഓക്കെ, ഇവിടുന്ന് 1 2 3 4. ഇത് മൊത്തം അതിനെ ക്ലിയർ ചെയ്തെടുക്കാം. അതെടുത്തു. ഇവിടാണ് ഗൈസ് ഫാം വരാൻ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് 11 ബ്ലോക്ക് അടിയിലോട്ട് പോകണം. 11 ബ്ലോക്ക്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന 63-ലാണ്. നമുക്ക് 52 വരെ പോകണം. ഓക്കെ, 52 വരെ താഴോട്ട് കുഴിക്കാം. അങ്ങനെ നമ്മൾ 11 ബ്ലോക്ക് അടിയിൽ വരെ കുഴിച്ചിട്ടുണ്ട്. എന്തിനെങ്ങനെ 11 ബ്ലോക്ക് അടിയിലോട്ട് കുഴിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിഞ്ഞൂടെ. ട്യൂട്ടോറിയൽ കണ്ടെങ്കിൽ ചേട്ടൻ അങ്ങനെ പറഞ്ഞ്. അപ്പം നമ്മളിവിടെ ഇനി ചെയ്യാൻ പോകുന്നത് ബെഡ് വെക്കണം. ഇവിടെ ആദ്യം ബ്ലോക്ക് നമുക്കിങ്ങനെ വെക്കാം. ഇവിടെയുള്ള ബ്ലോക്ക് പൊട്ടിച്ചിടണം. ഇനി ഇതിൻ്റെ അടിയിലൂടെ ബെഡ് വെക്കാനാണ് ഇങ്ങനെ. അവസാനത്തെ കൂടെ ബെഡ് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ മൊത്തം കവർ ചെയ്യാം. അതും വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ ടോർച്ച് വെക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഞാൻ മറന്നുപോയി ടോർച്ച് എടുക്കാൻ. അത് സാരമില്ല. നമുക്കിനി ഇവിടെ ഒരു വർക്കിംഗ് സ്റ്റേഷൻ പ്ലേസ് ചെയ്യാം. അതും വെച്ച് കഴിഞ്ഞ് ഇനി ഇതിൻ്റെ മേൽവശം മൊത്തം അടയ്ക്കാം. ഇനി ഞാൻ അവിടെ തരട്ടെ. അങ്ങനെ ഇതിൻ്റെ മൊത്തം നമ്മൾ വെച്ചിട്ടുണ്ട്. ബ്ലോക്ക് അതിൻ്റെ മേളിൽ വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഈ അയങ്കോളം സ്പോൺ ആവുന്നത്. അതിന് എടുത്തിട്ട് ഇവിടെ ഹോപ്പർ സെറ്റ് ചെയ്യാം. അതിന് ഞാൻ ഹോപ്പർ എടുത്തിട്ട് വരട്ടെ. ഇവിടെ മൊത്തം നമുക്കൊരു പൊട്ടിച്ചെടുക്കാം. രണ്ട് ചെസ്റ്റും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മേളിൽ ഗ്ലാസ് വെക്കാം. അതിന് മുമ്പ് ഇവിടെ നിന്ന് ക്ലിയർ ആക്കിയെടുക്കാം. നമുക്കിനി ഇവിടെ പ്ലെയിൻ ഗ്ലാസ് വെച്ചിട്ട് ബട്ടൺ എടുത്തിട്ട് ഇവിടെയും ഇവിടെയായിട്ടാണ് തോന്നുന്നു വെച്ച് നോക്കാം. യെസ്, അങ്ങനെ ലാവ് അങ്ങനെ തങ്ങി എന്നോളും. നമുക്കിനി
ഇവിടെ ഒരു ബ്ലോക്ക് വെക്കാം. ഈ ബ്ലോക്കിന് മേലാണ് വാട്ടർ ഒഴിക്കുന്നത്. ഗൈസ് ഇനി നമുക്കിതങ്ങോട്ട് കുറച്ചങ്ങോട്ട് ബ്ലോക്ക് പൊട്ടിക്കാം. ഇങ്ങോട്ടേക്ക് ഈ പോർട്ടലെടുത്ത് മാറ്റണം. നമുക്ക് ഈ ഒബ്സൈഡ് മൊത്തം പൊട്ടിച്ചോളാം. നമുക്ക് പോർട്ടൽ ലൈറ്റ് ചെയ്യാം. അതും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ അടിയിൽ ഒരു സംഭവം സെറ്റ് ചെയ്യാം. നമ്മുടെ ഈ വില്ലേജറൊക്കെ വരാൻ വേണ്ടിയുള്ളൊരു ഭാഗമുണ്ട്. അങ്ങോട്ടേക്കൊന്ന് നോക്കാം. ഇതാണ് വഴി. എൻ്റെ പിക്കാക്സ് പൊട്ടി വേറെ ഒന്നുണ്ട്. ഇതാണ് റൂം. ഇവിടെ മറ്റേ ഇത് വെച്ചേക്കുക. നമുക്ക് ഒരു ഇതങ്ങ് പൊട്ടിക്കാം. ഓക്കെ, ഏതെങ്കിലും വില്ലേജറിനെ അതിൻ്റെ അകത്തോട്ട് കൊണ്ടുവരണം. അതാണ് ടാസ്ക്. ഓക്കെ, ബോട്ട് ഇരുത്താം. ഒരുത്തം കയറി. ഇങ്ങനെ കയറടാ. കയറിട്ട് പറ്റുന്നില്ല. ബോട്ടങ്ങ് പൊട്ടിക്കാം. രണ്ടെണ്ണം അതിൽ പോയിട്ടുണ്ട്. രണ്ടെണ്ണം അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇനി ഒരു ബോട്ട് വെക്കാം. ഒന്ന് കയറാൻ മര്യാദയ്ക്ക് കയറാൻ്റെ അകത്തോട്ട്. കയറി. എടാ നീ കൂടെ. ഇവനെ അടിച്ച് ഞാൻ പോകുന്ന ഡൗട്ട്. കയറാൻ ഇങ്ങോട്ട് വന്ന്. ബാക്കിൽ നിന്നൊരു പുഷ് കൊടുക്കേണ്ട വരും മിക്കവാറും. അപ്പുറത്തോട്ട് ഇറങ്ങിയിട്ട് പുഷ് കൊടുക്കേണ്ട വരും. രണ്ടെണ്ണത്തിനെ ബോട്ടിൽ കയറ്റിയിട്ടുണ്ട്. ഈ വില്ലേജസിൻ്റെ കൂടെയുള്ള പണി ഭയങ്കര കഷ്ടമാണ് ഗൈസ്. നമുക്ക് തന്നെ പ്രാന്ത് പിടിക്കും. ഗൈസ് രണ്ടെണ്ണം അതിനകത്തോട്ട് കയറിയിട്ടുണ്ട്. പോടാ, പിന്നെ അടിച്ച് ഞാൻ പോടാ. യെസ്, ഇവിടെ നമ്മുടെ അവരുടെ വർക്കിംഗ് സ്റ്റേഷൻ വെച്ച് കൊടുക്കാം. ഇവിടെ നമുക്ക് ഇവർക്കാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഓക്കെ. ഇപ്പോൾ 2 വില്ലേജസായി. ഇനി 18 വില്ലേജും കൂടെ വേണം. ഇപ്പം ടോട്ടൽ 20 വില്ലേജർ വേണം. നമുക്ക് ഇതിൻ്റെ ഇടയിലൊരു ബ്ലോക്ക് ലൈറ്റും കൂടെ വെക്കാം. അല്ല എന്തെങ്കിലും സോംബിയൊക്കെ സ്പോൺ ആയാലോ. അപ്പം നമുക്ക് ലൈറ്റും കൂടെ എടുത്തോണ്ട് വരാം. ഓക്കെ, ഇവിടെ ആയിട്ടൊരു ടോർച്ചും വെക്കാം. ഓക്കെ, യെസ്, അതും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് വേണേൽ ഇവർക്ക് ബ്രെഡ് എറിഞ്ഞു കൊടുക്കാം. ഇവർ ബ്രീഡാകാൻ വേണ്ടി. എന്നാ പിടിച്ചോ. എന്നാ നിനക്ക് വേണ്ടേ? പൊറാ, പെട്ടെന്ന് 20 വില്ലേജസ് ആയിക്കോ. എന്നാ യെസ്, അപ്പം ഇമാര് 20 വില്ലേജസ് വേണം. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ബ്രെഡ് എറിഞ്ഞു കൊടുക്കാം. ഗൈസ് ഒരു ബ്രീഡ് ആകുന്നുണ്ട്. നമുക്ക് അങ്ങനെ 20 വില്ലേജസിനെ വേണം. ഓക്കെ, ഇതും കൂടെ അമ്മമാർ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 20 വില്ലേജസ്. നമുക്ക് ഇതങ്ങ് അടയ്ക്കാം. ഇതല്ലല്ലോ, ഇവിടെ അങ്ങ് അടയ്ക്കാം. ആ മണ്ടാൻ ചാടിപ്പോയിരിക്കാൻ വേണ്ടി. ഓക്കെ, ആ കൊച്ചു വില്ലേജറെ ചാടിപ്പോയിരിക്കാൻ വേണ്ടി. യെസ്, കണ്ടോ ഞാൻ ഇങ്ങനെ വരും. യെസ്, നമുക്ക് ഇനി 20 വില്ലേജസും കൂടെ വേണം. ഇനി 20 വില്ലേജസും കൂടെ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ ഗൈസ്, അങ്ങനെ കുറേ നേരം ഞാൻ ഓഫ് ക്യാമറയിൽ 20 വില്ലേജസിൻ്റെ ഇതിൻ്റെ അകത്താക്കിയിട്ടുണ്ട്. ഗൈസ് ഇവിടെ നിന്ന് ഞാനിങ്ങനെ ബ്രെഡ് എറിഞ്ഞു കൊടുക്കുമായിരുന്നു. അങ്ങനെ 20 വില്ലേജസും ഇതിൻ്റെ അകത്തായിട്ടുണ്ട്. കുറേ നേരം എടുത്ത് ഗൈസ് ഇത് ഈ 20 വില്ലേജസ് ആവാൻ, ഈ ബ്രീഡൊക്കെ ആയിട്ട്. നമുക്കിനി ഇതങ്ങ് എടുത്ത് പൊട്ടിക്കാം. ഓക്കെ, ഇതിൻ്റെ മേളിൽ അയങ്കോളം സ്പോൺ ആവേണ്ട സമയമായി. നമുക്കിനി ബ്ലോക്ക് ഇവിടെ വെക്കാം. അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി മേളോട്ടല്ല. അതുകൊണ്ട് അയങ്കോളം, അതുകൊണ്ട് അയണം കിടക്കുന്നു. ഇതെങ്ങനെയാ നടന്നു പോയി ചത്തോ? എന്തെങ്കിലും ആട്ടെ ഗൈസ്. ഇനി നമുക്ക് ഇവിടെ ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിന് ഞാൻ ഒരു ബക്കറ്റ് വെള്ളം എടുത്തുകൊണ്ട് വരട്ടെ. വെള്ളം എടുത്തു ഗൈസ്. ഇനി ഇവിടെ ആയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം.
ചാവുന്നുണ്ട്. നമുക്കിനി മേളോട്ട് കയറാം. ഇനി പൊട്ടിച്ചെടുക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ അയൺ ഫാം എല്ലാം അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, മൊത്തത്തിൽ നമ്മളിനി അയൺ ഫാം മൊത്തം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് നേരം AFK ഇരിക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ കുറേ നേരം അങ്ങനെ AFK നിന്ന് കുറേ ആഡ് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ബെഡ് റോക്ക് എഡിക്ഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ തോന്നുന്നു ഈ അയങ്കോളം സ്പോൺ ആവുന്ന ഒരെണ്ണം സ്പോണായിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് വേറൊരെണ്ണം സ്പോൺ ആവുന്നത്. ആ ഒറ്റ പ്രശ്നമുള്ളൂ. പക്ഷേ അത്യാവശ്യം എനിക്ക് വേണ്ട അയണൊക്കെ അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറേ അയൺ കിട്ടി. ഇനി എനിക്ക് അയണ്ട ആവശ്യമില്ല ഗൈസ്. ഇനി അയൺ വേണ്ട കുറേ അയൺ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അവിടെ വേണം ഈ വീഡിയോ നോക്കാവുന്നതാണ്. ചിലപ്പം ഈ അയങ്കോളം ഇടയ്ക്കൊന്ന് സ്പോൺ ആവാതിരിക്കും, വീണ്ടും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും സ്പോൺ ആവും. ആ ഒറ്റ പ്രശ്നമുള്ളൂ. ബെഡ് റോക്ക് എഡിക്ഷൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം കാണും. അപ്പം ഗൈസ്, അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളിന്ന് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.